ഷിജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വാഷിംഗ് മെഷീനിലിട്ടാണ് ഡ്രസ്സൊക്കെ കഴുകുന്നത്. എന്നാൽ ഇതിനകത്തെ അവസ്ഥ ഒന്ന് തുറന്നു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ അകം ഒന്ന് തുറന്നു നോക്കാം. എൻ്റെ മെഷീൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന റെഡ് ക്യാപ്പ് ആദ്യം നമുക്ക് ഊരിയെടുക്കാം. കൈകൊണ്ട് തുറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചോ ഒന്ന് പൊക്കിയാൽ മതി. അടപ്പ് തുറന്നു വരും. പാട പോലെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ആദ്യം കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. കുറച്ച് അഴുക്കൊക്കെ ഇതിൽ നിന്നും പുറത്തേക്ക് വരും. ഇനി നമുക്ക് വാഷിംഗ് മെഷീനിലെ ടാപ്പ് തുറന്നു കൊടുക്കാം. അപ്പം ഈ ടാപ്പിൽ നിന്നും ഉള്ള വെള്ളം ഇതിൽ വീണ് കുറേ അഴുക്ക് അങ്ങനെയും ക്ലീനായി പോകും. ഇപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു കമ്പിൽ ഒരു തുണി ചുറ്റിയൊക്കെയാണ്. ഈ കമ്പ് ഈ ഹോളിൻ്റെ അകത്തിട്ട് കറക്കി എടുക്കുമ്പം ഈ കുറേ ഹോളിൻ്റെ അകത്തുള്ള അഴുക്ക് കുറേ ഈ തുണിയിൽ തന്നെ പറ്റി വരും. ഇനി ഇതിൻ്റെ അകം ക്ലീൻ ചെയ്യാനായി ഇവിടെ 2 മുതൽ 3 സ്പൂൺ വരെ സോപ്പ് പൊടിയും അതേ അളവിൽ തന്നെ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പഴയ ടൂത്ത് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രഷ് വെച്ച് നമുക്ക് ഇതിൻ്റെ ഹോളിൻ്റെ അകവും വാഷിംഗ് മെഷീൻ്റെ സൈഡും ഫുള്ള് ഈ ബ്രഷ് ഇട്ട് ഒന്നും കൂടെ തേച്ച് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇപ്പം ഇവിടെ അടപ്പും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അടപ്പും സോപ്പ് പൊടി വെച്ചാണ് ക്ലീൻ ആക്കിയിട്ടുള്ളത്. ഇനി വാഷിംഗ് മെഷീൻ ഓണാക്കി ആ വെള്ളം ഫുള്ള് വാഷ് ഔട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളുടെ വാഷിംഗ് മെഷീൻ നല്ല ക്ലിയറായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ക്ലീനാക്കി വെച്ച് ആ ഒരു അടപ്പും കൂടെ ഇതിൽ കറക്റ്റ് ആ 3 എഡ്ജും കറക്റ്റ് ഫിക്സ് ചെയ്ത് നമുക്കിതിൽ വെച്ച് കൊടുക്കാം. അപ്പം എന്താ അടപ്പും കൂടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകം നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാം എന്തുമാത്രം നല്ല ക്ലീനായിട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന്. അപ്പം ഇതേപോലെ എല്ലാവരും സോപ്പ് പൊടിയും സോഡാപ്പൊടിയും മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തത് കൊണ്ടാണ് കുറേ ആൾക്കാർക്ക് അലർജി, റാഷസ്, ചൊറിച്ചിൽ ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ തുണിയിൽ അഴുക്ക് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടന്നാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ തുണിയും നല്ലതായിട്ട് ക്ലീൻ ആകത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാവരും കൊടുത്തു നോക്കണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലത്തെ കൂടുതൽ യൂസ്ഫുൾ ടിപ്സിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.